IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ. എന്താ കുറെ ശവങ്ങളും മരിച്ചു കയറി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അർത്ഥമറിയാത്ത കുറെ തിയറികൾ മരിച്ചു കലക്കി പഠിച്ചാൽ ആർക്കും ഡിഗ്രി കിട്ടും. പക്ഷെ ജീവനുള്ള മനുഷ്യനെ സ്നേഹപൂർവ്വം പരിചരിച്ചെങ്കിൽ മാത്രമേ തൊട്ടും കൊട്ടിയും ശ്രമിച്ചു നോക്കാതെ രോഗം നിർണ്ണയിക്കാനുള്ള വൈദ്യസിദ്ധി ദൈവം വരമായിട്ട് നൽകൂ. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ, ഏറ്റവും വലിയ മരുന്ന് സ്നേഹവും. അതങ്ങനെ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കുന്ന ലാഘവത്തോടല്ലേ ഇതൊക്കെ രോഗികളെ പരിശോധിക്കുന്നത്? പക്ഷേ ഒന്നറിഞ്ഞില്ല, എന്നെ അറിഞ്ഞില്ല നീ. എന്റെ പൊന്നുമോന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് പോലും ഞാൻ ഇരിക്കാത്ത എന്താണെന്നറിയോ നിനക്ക്? അവന്റെ അമ്മയുടെ ഓർമ്മകൾ എനിക്ക് വരാതിരിക്കാനാ. രാത്രിയും പകലും ആവശ്യത്തിലേറെ തിരക്ക് വാരി തലയിൽ വെച്ച് നടക്കുന്ന എന്തിനാണെന്നറിയോ നിനക്ക്? എന്റെ ഭാമയുടെ ഓർമ്മകൾ ഒരല്പം പോലും വരാതിരിക്കാനാ. താങ്ങില്ല, അത് താങ്ങാനുള്ള കരുത്തില്ല ഈ മനസ്സ്. ഇന്ന് വാർഷികാഘോഷമാണ്. എന്റെ സുമയെ കൊന്നതിന്റെ 8ാം വാർഷികം. കോടതി വെറുതെ വിട്ടു. പക്ഷേ എന്റെ മനസ്സിന്റെ ജയിൽ മുറിയിൽ തടവിലാണ് ഞാൻ. ശിക്ഷ അനുഭവിക്കുകയാണ്. സാറ് ഞങ്ങൾക്ക് മാപ്പ് തരണം. മാപ്പ് എന്റെ കയ്യിലില്ല, ചിലപ്പോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ കാണും. ചെന്നെടുത്തോളൂ. അപ്പൊ സാറിന് തമാശ പറയാനൊക്കെ അറിയാം. പിള്ളേരെ, നിങ്ങളോട് തമാശ പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല, ഇത് താല്പര്യമില്ല. ഇന്നലെ ഇത്തിരി ഓവറായി പോയോന്ന് രാവിലെ എണീറ്റപ്പോ ഒരു സംശയം. അതാ മാപ്പ് ചോദിക്കാൻ വന്നത്. സത്യമായിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നതാ സാർ. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന്? ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ വന്നതാ. ഇരുട്ട് വഴി കൂടെ മരണപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത്. വഴി കാണിച്ചത് കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? സൗകര്യല്ലടി ആട്ടക്കാരി, അഴിഞ്ഞാട്ടക്കാരി. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടില്ല. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. കളിക്കുന്നത് കോട്ടയം കുളിച്ചാടാ കേടി പ്രിൻസിപ്പാള്. അതൊക്കെ പണ്ട് 4ാം ക്ലാസ്സിൽ ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴിവാണ മോനെ. നീ മേടിക്കും ഇറങ്ങി വാടാ കോര കഴിവാണ മോനെ. എടാ പാപ്പി, അപ്പി, മാത്ത, പോത്ത, എവിടാ നിന്റെ ചേട്ടൻ ചത്തോടാ? ഇറക്കി വിടാ മോനെ. രണ്ടാളും പേടിച്ചു പോയല്ലേ? എവിടെ നോക്കിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? നേരെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇടിക്കാൻ ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടാ. വണ്ടി എടുത്ത് മാറ്റണം. ആജ്ഞാപിക്കരുത്, അപേക്ഷിക്കും. ഇയാള് വണ്ടി എടുക്കുക. വണ്ടി ഞാൻ എടുക്കും. എന്റെ പൊന്ന് സാഗർ സാറെ, ഇനി ആ തീക്കളി വേണ്ട. 1 മണിക്കൂർ നേരം മരണത്തെ മുന്നേ കണ്ടുകൊണ്ടാ ഞാൻ ഈ വണ്ടിയിലിരുന്നത്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല, പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല. വെടിയുണ്ടയുടെയും ബോംബിന്റെയും ഇടയിൽ കിടന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോൾ സ്വന്തം പെരടത്തിലെ തേങ്ങ വീണായിരിക്കും മരിക്കുന്നത്. വണ്ടി പുറകോട്ടെടുക്കാൻ മുമ്പോട്ട് വെച്ച കാർ പുറകോട്ടെടുക്കുന്നവനല്ല ഈ സാഗർ കോട്ടപ്പുറം. ട്രാഫിക് സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ചു മയക്കുന്ന രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹനിയെ ഞാൻ കൊന്നിട്ടില്ല. നിന്നൊരു ആപ്പസായിട്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇന്നതോടെ പോയി എടി എവിടെ പോയെന്ന്. ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. അതെ, കോരസാറിന്റെ മോള് റോസി വയസ്സ് 14 തികഞ്ഞിട്ടില്ല. പക്ഷെ ആപ്പസാരി ഉടുക്കാണ്ട് അവള് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയാല. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻമേൽ കളിയാണ്. പിടി വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുക. കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അതെ, അല്ലാന്ന് തോന്നാൻ മാസ്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഓ സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ.
കോലത്തെ അടിച്ചുകളിക്കാരിയാ. വേഗം കുളിച്ചു വാ. അതിനുള്ളിൽ എനിക്ക് പേടിയാ നന്ദ. ആ കുറിപ്പ് കാത്തു നിൽക്കുക. നീ ചെന്നിട്ട് വേണം പൂജ തുടങ്ങാൻ. ഇത്ര നിക്കട്ടെ അയാള്. ഇത്ര നിൽക്കട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇത്ര നിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത്ര നിക്കട്ടെ തന്നെ. അയാളുടെ ഒരു പൂജയും മന്ത്രവും കോമാളി. ഒക്കെ എന്റെ മോക്ക് വേണ്ടിയല്ലേ? നോക്ക് വേണ്ടി അത്രേ. അയാളുടെ ആ പാട്ട് കേൾക്കുമ്പോ എനിക്ക് കലി വരും. എന്നാ നീ ഒന്ന് കുളിച്ചു വാ. ഇന്ന് പാട്ട് വേണ്ടാന്ന് പറയാം. ശരി, എന്നാ നന്ദൻ പാടുവോ? പാട്ട് പാടാൻ ഇപ്പം. വേഗം പാടും നന്ദ, എന്നിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ തുടങ്ങാൻ. പാട്ട് പാടണ്ട അതോ? നീ പോയി കുളിക്കും. ഭാര്യ സാർ എന്താ പറഞ്ഞെന്നറിയോ? ഈ എണ്ണയുടെ മണം കേട്ടാ മതി മുടി താനെ വളരുന്നത്. എങ്ങനത്തെ മുടി? ഇരുമ്പ മുടിയൊന്നും അല്ല, നല്ല ഉള്ളുള്ള മുടി. ചേട്ടൻ സർക്കസ് കണ്ടിട്ടുണ്ടോ? പിന്നില്ലേ, എന്താ ചോദിച്ചേ? 8ലെയും 9ലെയും കുട്ടികളെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ടൗണിൽ.